ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണ്? ഉത്തരം 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി ആരാണ്? ഉത്തരം യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യ വിട്ടുപോവുക അഥവാ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്നതാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വച്ചായിരുന്നു? ഉത്തരം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വച്ച്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? ഉത്തരം 140 മിനിറ്റ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം ഓഗസ്റ്റ് വിപ്ലവം അഥവാ ഓഗസ്റ്റ് ക്രാന്തി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ്? ഉത്തരം 1942 നടന്ന ബോംബെ സമ്മേളനത്തിൽ വച്ച്. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏതാണ്? ഉത്തരം ഗാന്ധിജിയുടെ ഹരിജൻ എന്ന പത്രത്തിൽ. ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ KV മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം സ്വതന്ത്ര ഭാരതം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം KV മേനോൻ. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ KV മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട്ട് നിന്നും പുറത്തിറങ്ങിയ സ്വതന്ത്ര ഭാരതം എന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി
പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ, SK പൊറ്റേക്കാട്, സഞ്ജയൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയായിരുന്നു? ഉത്തരം പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ട. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏതാണ്? ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റ് നേതാക്കളെയും ജയിലിലടച്ചത് എന്നാണ്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടച്ച മഹാത്മജിയും മറ്റു നേതാക്കളെയും മോചിപ്പിച്ചത് എന്നാണ്? ഉത്തരം 1944 മെയ് മാസം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്നും തടവു ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിലിരുന്നു കൊണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവ് ആരാണ്? ഉത്തരം റാം മനോഹർ ലോഹ്യ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ നിലവിൽ വന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബല്ലിയ, സത്താറ, താംലൂക്ക്. ഒന്നുകൂടി പറയാം: ബല്ലിയ, സത്താറ, താംലൂക്ക്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ആരംഭിച്ച സമരം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വ്യക്തി സത്യാഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 1940 സെപ്റ്റംബറിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മിഡ്നാപൂരിലെ താംലൂക്കിൽ രൂപീകൃതമായ സമാന്തര സർക്കാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം താമ്രലിപ്ത ദ്വിതീയ സർക്കാർ. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത അഥവാ ഭ്രാന്തൻ സംരംഭം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഫ്രീഡം ബ്രിഗേഡ് അഥവാ ആസാദ് ദസ്ത് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നും വിട്ടുനിന്ന പ്രമുഖ സംഘടനകൾ ഏതൊക്കെയാണ്? ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച റേഡിയോ പ്രക്ഷേപണ കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം കോൺഗ്രസ് റേഡിയോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് റേഡിയോ എന്ന പേരിൽ രഹസ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഉഷ മേത്ത. സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം നാനാ പട്ടേൽ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? ഉത്തരം ഗാന്ധിജി, നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ക്ലൈമാക്സ് സമരം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം.